Jovial Diamonds from the house of Thottathil Fashion Jewelry. നിയമസഹായം വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി നടത്തുന്ന മൊബൈൽ വാൻ അദാലത്തിന് മൂവാറ്റുപുഴ താലൂക്കിൽ തുടക്കമായി. പര്യടനത്തിന്റെ ഫ്ളാഗ് ഓഫ് മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ താലൂക്ക് സർവീസ് കമ്മിറ്റി ചെയർമാനും സ്പെഷ്യൽ കോടതി ജഡ്ജിയുമായ അനീഷ് കുമാർ PB നിർവഹിച്ചു. നിയമസഹായം വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി നടത്തുന്ന മൊബൈൽ വാൻ അദാലത്ത് മൂവാറ്റുപുഴ താലൂക്ക് സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്കിൽ പര്യടനം തുടങ്ങിയത്. സ്വത്ത് തർക്കം, കുടുംബ പ്രശ്നങ്ങൾ, സർക്കാർ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച പരാതികൾ, ബാങ്കുകളുമായി ബന്ധപ്പെട്ട പരാതികൾ തുടങ്ങിയവയ്ക്കാണ് തീർപ്പ് കൽപ്പിക്കുക. പര്യടനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ താലൂക്ക് സർവീസ് കമ്മിറ്റി ചെയർമാനും സ്പെഷ്യൽ കോടതി ജഡ്ജിയുമായ അനീഷ് കുമാർ PB നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിലും പോലീസുകാരുടെ നേതൃത്വത്തിൽ മൊബൈൽ അദാലത്ത് നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് മൂവാറ്റുപുഴ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, വാഹനം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് 10 മണിയോടുകൂടി അദാലത്ത് നടക്കും. നമ്മൾ ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാ പെറ്റീഷൻസും പരാതികളും ഇവിടെ തീർപ്പേൽപ്പിക്കുന്നുണ്ട്. നമുക്ക് എത്ര 75ഓളം കേസുകൾ ഇവിടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. എല്ലാ കേസുകളും തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വരുന്നുണ്ട്. തുടർന്ന് കോടതി സമുച്ചയത്തിൽ സ്പെഷ്യൽ അദാലത്ത് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി, പായിപ്ര, ആയവന, മഞ്ഞള്ളൂർ, കല്ലൂർക്കാട്, വാളകം, ആരക്കുഴ, ആവോലി പഞ്ചായത്തുകളിൽ നിന്നുള്ള 75ഓളം പരാതികൾ അദാലത്തിൽ പരിഗണിച്ചു. ഇതിൽ നിന്നും 22ഓളം പരാതികൾക്ക് തീർപ്പ് കൽപ്പിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം ജോസഫ്, മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഓരോ വിജയവും മറ്റ് 100 വിജയങ്ങൾക്ക് പ്രചോദനമാകുമ്പോൾ മെന്റർ അക്കാഡമിയിൽ വിജയങ്ങൾ തുടർക്കഥയാവുകയാണ്. കടൽ കടന്ന് ജീവിത വിജയം കൊയ്തെടുക്കുന്ന മലയാളിയുടെ സ്ഥിരോത്സാഹത്തിൻ്റെയും അണയാത്ത മനോവീര്യത്തിൻ്റെയും സമാനതകളില്ലാത്ത വിജയഗാഥ.